ഈ തരത്തിലുള്ള നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് കോൺഗ്രസും CPM-ഉം എടുക്കുന്ന ആ സമീപനം ലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ്. ലഹരിക്കെതിരായിട്ടുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ്. കോൺഗ്രസിന് ഇത്തരം ആളുകളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ അടുത്ത ദിവസം ആലുവയിൽ 27 ബംഗ്ലാദേശികളെ അനധികൃതമായി താമസ സൗകര്യമൊരുക്കി അവർക്കവിടെ താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള സഹപ്രവർത്തകനാണ് എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് അതിന്റെ പേരിൽ അറസ്റ്റിലായ ആള്. അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾക്കെതിരായിട്ട് പോലും കോൺഗ്രസോ ലീഗോ CPM-ഓ ശക്തമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഇത്തരം കാര്യങ്ങളോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനുള്ള ആ നിയമം കർശനമായിട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കണം. കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയും അതിനെ തടയണമെങ്കിൽ ഈ നിയമം കർശനമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ.